രാഗത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. So how do you pray? എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? We can pray as much as we want, but we still have to go back to the scripture again and again to refine the way we pray. നമുക്ക് എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ അപ്പോഴും എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കേണ്ടവന്, ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കേണ്ടവന് നാം വീണ്ടും തിരുവെഴുത്തുകളിലേക്ക് മടങ്ങി പോകേണ്ടത് ആവശ്യമാണ്. So simply listen to this. You pray. Trinity is again involved in prayer also. Trinity is also in prayer. ത്രിത്വം എപ്പോഴും പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. And so you pray to the Father in the name of Jesus through the power of the Holy Spirit. അത് നിങ്ങൾ പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാലാണ് പ്രാർത്ഥിക്കുന്നത്. So don't get confused as I was confused many years ago. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പത്തിലാകരുത്. ഞാൻ ഒത്തിരി വർഷങ്ങളെ കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്നു. I was confused. Who should I pray to? എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? You are not committing a sin if you pray to the Holy Spirit or to the Father, but you pray to the Father in the name of Jesus through the power of the Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എങ്കിലും വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥന പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ. And to help you to even understand, it is like an envelope. It says, and Paul teaches us in 2 Timothy, it is take in Philippians also, you take your request with thanksgiving. So the envelope has to be thanksgiving. Put your prayer request in it through the enablement of the Spirit in the name of Jesus to the Heavenly Father. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് പോലെ സകല യാചനകളും സകല അപേക്ഷകളും സ്തോത്രത്തോടെ പിതാവിന്റെ മുമ്പിൽ നമ്മുടെ അപേക്ഷകൾ സ്തോത്രം അങ്ങനെ പിതാവിനോട് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ അറിയിക്കുക. He is your loving Father. അവൻ നമ്മുടെ സ്നേഹമുള്ള പിതാവാണ്. But also he is the creator of the universe. അതോടൊപ്പം തന്നെ അവൻ നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. And not just the universe that you know, he is the creator of everything NASA is still discovering. ആ പ്രപഞ്ചത്തിന്റെ മാത്രമല്ല, നാസ ഇപ്പോഴും കണ്ടുപിടിക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന സകലത്തിന്റെയും സൃഷ്ടികർത്താവും കൂടെയാണ്. Hallelujah. So one question to you. Is the sun big or is the earth big? ഞാൻ ഒരു ചോദ്യം, സൂര്യനാണോ വലുത് ഭൂമിയാണോ വലുത്? Hallelujah. സ്തോത്രം. ഇതൊക്കെ കർത്താവ് ഞാൻ വിട്ടിട്ട് അങ്ങോട്ട് വന്നേ കർത്താവ്. Sun is big or earth is big? സൂര്യനാണോ ഭൂമിയാണോ വലുത്? Suryan. Okay. How many times? Yes. How many earth can fit in our one sun, do you know? നമ്മുടെ ഒരു സൂര്യന്റെ അകത്ത് എത്ര ഭൂമിയെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും? Ask Google ji, he will tell you. ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. Lakhs of earths can fit into our one sun. ലക്ഷക്കണക്കിന് ഭൂമികളെ ഒരു സൂര്യന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. Put your heads together and this is one solar system. നമ്മുടെ തലയിൽ ഒന്ന് ചിന്തിക്കണം, ഒരു ക്ഷീരപഥം. Yes, so there are planets around us. അതിനകത്ത് ധാരാളം ഗ്രഹങ്ങളുണ്ട്. There is moon. അതിനകത്ത് ചന്ദ്രനുണ്ട്. There is sun. സൂര്യനുണ്ട്. And it is so far, if it comes a little bit closer, we will be fried chickens. അത് അത്രയും ദൂരെ നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അവിടെ നിന്ന് 1 mm എങ്കിലും മുമ്പോട്ട് ചലിച്ചാൽ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ആകും. God has placed it just at the exact distance so we get the light and the heat, but not the fried chicken. നമുക്ക് പ്രകാശവും വെളിച്ചവും മാത്രം മതി. ഫ്രൈഡ് ചിക്കൻ ആകാതിരിക്കേണ്ടതിന് അതിന്റെ കൃത്യമായ ദൂരത്തിൽ കർത്താവ് അതിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. So this is one solar system. ഒരൊറ്റ സോളാർ സിസ്റ്റമാണ് സൗരയൂഥമാണ് ഞാൻ പറയുന്നത്. A few million solar systems in our Milky Way galaxy. നമ്മുടെ ക്ഷീരപഥം എന്ന ഗാലക്സിക്കകത്ത് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. And just a few billion galaxies around us. അതിന് ചുറ്റും 100 കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ചിന്തിക്കണം, ഈ സ്തോത്രത്തിന്റെ ഇടയ്ക്ക് ചിന്തിക്കണം ഇത്. Amen. Think and praise God. Yes. And what is a light year? വെളിച്ചം എന്താണ് ഇവിടെ? The speed with which light travels in 1 second. ഒരു സെക്കൻഡിൽ ഒരു പ്രകാശത്തിന് എത്ര എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും? What is the radius of our Milky Way? നമ്മുടെ ക്ഷീരപഥത്തിന്റെ റേഡിയസ് വ്യാപ്തി എത്രത്തോളം അറിയാമോ? 1 lakh light years.
1,00,000 പ്രകാശ വർഷമാണ് That ക്ഷീരപഥത്തിന്റെ വ്യാസം. that means the time it will take for light for 1,00,000 years to travel from the center to the corner is our own Milky Way system. അതിന്റെ മധ്യഭാഗത്ത് നിന്ന് അതിന്റെ ഒരറ്റം വരെ യാത്ര ചെയ്യാൻ 1,00,000 വർഷം പ്രകാശം യാത്ര ചെയ്താൽ എത്ര സമയം ദൂരം എടുക്കുമോ അത്രയും ദൂരമാണ് Our Milky Way. നമ്മുടെ ക്ഷീരപഥമാണ്. And then we are part of a larger system, just us, and then billion other galaxies like us. നമ്മൾ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് പുറമെ 100 കോടി കണക്കിന് ഗാലക്സികൾ നമുക്ക് ചുറ്റുമുണ്ട്. Think about it. Think about it. ചിന്തിച്ചു നോക്കി. Because when you think, you will realize that, my goodness, I have access to such a great God. I have direct access. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് എത്ര മഹാനായ ഒരു ദൈവത്തിങ്കലേക്കാണ് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. It is beautifully, marvelously, gloriously unbelievable. അത് മനോഹരമായി, അത്ഭുതകരമായി, മഹത്വകരമായി, അവിശ്വസനീയമാണ്. It is, and that is why when I say this, you are approaching the creator of all of this. You need a certain gratitude, you need a certain attitude, you need a certain way of dressing at the same time, you need a certain way of thinking when you are approaching this guest, this great king. ഈ മഹാനായ രാജാവിനെ, മഹത്തായ ദൈവത്തെ നാം സമീപിക്കുമ്പോൾ അത്തരത്തിലൊരു മഹത്തായ മനോഭാവം, ഒരു സമീപനം, ഒരു നന്ദി അർപ്പണം, ഒരു വിശ്വാസം, ഒരു ആശ്രയം, ഇതെല്ലാം ഈ രാജാവിന്റെ മുൻപിൽ നമുക്ക് ആവശ്യമാണ്. So there is protocol in the earthly kings and the presidents and the ministers, people of authority. There is protocol. ഈ ലോകത്തിലെ തന്നെ രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, ഭരണാധികാരികൾ വരുമ്പോൾ അതിനതായ ചില പ്രത്യേക ഭരണ നിർവഹണ സംവിധാനങ്ങൾ അതിനകത്തുണ്ട്. At the same time, you can break the protocol if you are directly connected to the person you want to connect to. എന്നാൽ അപ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഔപചാരികതകളെ നിങ്ങൾക്ക് ലംഘിക്കാൻ കഴിയും. But you will have to honor the protocol also. Both things are there. I'm trying to help you to understand something. അപ്പോൾ തന്നെ മറ്റു ചില ഔപചാരിക നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. And so when it comes to prayer, yes, we are praying to the Father in the name of Jesus through the Spirit. And so you bring your thanksgiving, you bring your request in a orderly manner before the Heavenly Father, because like we said this morning, He has the power to answer our prayers. നമ്മുടെ പിതാവിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ സ്വർഗീയ പിതാവിനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ അതിന് കറക്റ്റായ ഒരു ഔപചാരികതയുണ്ട്, ക്രമമുണ്ട്. കാരണം അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. Let me offend you by saying this: God is not bound to answer your prayers. You are nobody in this whole system to impress God. ഒരു കാര്യം നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അവൻ ഇത്രയും മഹാനായ ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ മറുപടി തരാൻ മാത്രം അവൻ ബാധ്യസ്ഥനൊന്നുമല്ല. Lord, I have fasted 3 times and you are not answering my prayers. God is not bound to answer your prayers. കർത്താവേ, ഞാൻ 3 പ്രാവശ്യം ഉപവസിച്ചു എന്നിട്ട് നീ മറുപടി തന്നില്ല. 3 അല്ല 30 പ്രാവശ്യം ഉപവസിച്ചാലും മറുപടി തരാൻ അവന് ബാധ്യത. But it is His graciousness that when you come to prayer, He is listening to you. Say, okay, tell me. നിങ്ങളുടെ പ്രാർത്ഥനകളെ അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നത് അവന്റെ കൃപയുടെ സമ്പന്നതയാണ്. He is not bound to answer my prayers. പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ അവൻ ബന്ധിതനൊന്നുമല്ല. But I know from my little experience, He always hears my prayers. He comes down to help me. എന്നാൽ എന്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം, എന്റെ എല്ലാ പ്രാർത്ഥനകളും അവൻ ശ്രദ്ധിക്കുകയും മറുപടി തരുവാൻ അവൻ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നവനാണ്. Hallelujah. Hallelujah. So pray to the Father in the name of Jesus through the power of the Holy Spirit. അതുകൊണ്ട് പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. Another thing is, why do we need to pray? മറ്റൊരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? Can my praying change the will of God? എന്റെ പ്രാർത്ഥന ദൈവഹിതത്തിന് മാറ്റം ഉണ്ടാക്കുമോ? Can I not pray and things will not happen? Is it the case? ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുകയും ആ കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുമോ? I'm already very small, very insignificant. You just proved to me I'm nothing. And so why should I pray? Why should I disturb the cosmic, the beautiful things that are already happening? Why should I pray? കർത്താവേ, ഞാൻ വളരെ ചെറുതാണ്, ഞാൻ ഒട്ടും വലുതല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വലിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക്, ഓൾറെഡി ചെയ്തു കഴിഞ്ഞ പ്രവർത്തികൾക്ക് എന്തെങ്കിലും മാറ്റം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടോ? You have to understand, God
gives you the privilege to pray and partner with him in the things that he's about to do. നിങ്ങൾ ആ കാര്യം തിരിച്ചറിയേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ പദ്ധതിയുടെ പ്രവർത്തികൾക്ക് നിങ്ങളെയും അവനൊരു പങ്കാളിയാക്കി തീർക്കുകയാണ്. So prayer is the instrument that joins you to God in the elaborate eternal business, and when you pray you are joining the purposes of God to establish his kingdom on earth. So പ്രാർത്ഥനയിലൂടെ ദൈവം വിശാലമായി നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ആ നിത്യമായ ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങൾ പങ്കാളിയായി തീരുകയും ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക പദവി, ഭാഗ്യ പദവി അതിനായി നിങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു. So prayer is a privilege, prayer is also a responsibility. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ഭാഗ്യ പദവിയാണ്, ഒപ്പം ഒരു ഉത്തരവാദിത്വവുമാണ്. Turn to your neighbor and say, prayer is my privilege. അടുത്തിരിക്കുന്ന ആളോട് പറ, പ്രാർത്ഥന എൻ്റെ And ഭാഗ്യമാണ്, prayer is also my responsibility. ഒപ്പം എൻ്റെ ഉത്തരവാദിത്വവുമാണ്. I have to pray, ഞാൻ പ്രാർത്ഥിക്കണം, but I also love to pray. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. Turn with me to Romans chapter 8. റോമാലേഖനം 8-ാം A അധ്യായത്തിലേക്ക്. very intensive chapter, but we will try to unpack something the Lord wants to teach us this morning. വളരെ ആഴമുള്ള വിശാലമായ ഒരു അധ്യായമാണത്. ആശയഗംഭീര്യമുള്ള ഒരു അധ്യായമാണെങ്കിലും കഴിയുന്നതും നമുക്ക് അതിനെ And as we said, we want to read 17 scriptures this morning. Can you handle reading the Bible in the church? It's okay. നമ്മൾ 17 വാക്യങ്ങൾ അധ്യായത്തിൽ നിന്ന് വായിക്കാൻ പോവുകയാണ്. Okay ആണോ? Indigestion ഒന്നും ഉണ്ടാകത്തില്ലല്ലോ, ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഇത്രയും വാക്യങ്ങൾ വായിക്കുമ്പോൾ? ചിലർക്ക് മനസ്സിലാകുന്നില്ല. Let's read it together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. And the beauty about the Bible is you read 100 times, something new will always pop out of it, right? ബൈബിളിന്റെ ഒരു മനോഹാരിത എന്നാന്ന് അറിയാമോ? നമ്മൾ 100 പ്രാവശ്യം വായിച്ചാൽ 100 പ്രാവശ്യവും പുതിയതൊന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. And so you have to read it as if you have never read this passage, okay? ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും വായിച്ചിട്ടില്ലാത്തതുപോലെ വായിക്കാൻ ശ്രമിക്കണം. May the Holy Spirit help us to read his own scripture. പരിശുദ്ധാത്മാവ് തന്റെ തിരുവെഴുത്തുകളെ വായിക്കാൻ നമ്മെ സഹായിക്കും. Why chapter 1, 2 and 3 loudly, come on. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്തെ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടവന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടവന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടവന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. In Jesus name, amen. യേശുവിന്റെ നാമത്തിൽ Loudly say amen. എല്ലാവരും പറഞ്ഞേ ആമേൻ. After the Gospels, John 14, 15 and 16, this passage exposes the work of the Holy Spirit in our lives. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾക്ക് ശേഷം ഈ സുവിശേഷ ലേഖനം യേശുവിനെ കുറിച്ചുള്ള ആഴമായ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു. So if you study, you will find six ways the Holy Spirit is mentioned in this passage. ഈ ഭാഗത്ത്, ഈ വേദഭാഗങ്ങൾക്കകത്ത്
6 വിധത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് കാണാം. And then we will understand how beautifully the Holy Spirit is helping Paul to write this and to help us to understand that the Holy Spirit is more than speaking in tongues or getting a shivering in our body. അതിനുശേഷം പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ശരീരം വിറപ്പിച്ച് ആരാധിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എത്രത്തോളം പരിശുദ്ധാത്മാവ് പൗലോസിനെ ഈ ലേഖനം എഴുതാൻ സഹായിച്ചുവെന്നും നമുക്കത് തിരിച്ചറിയുവാൻ നമ്മെ എത്രത്തോളം സഹായിക്കുന്നുവെന്നും വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. All right, some class work. Ready? Class work. ചില ക്ലാസ് വർക്കുകൾ ഇങ്ങോട്ട് നോക്കണ്ട, ബൈബിളിനകത്ത് നോക്കിയാട്ടുണ്ട്. Chapter 2, sorry, verse 2. What is the Holy Spirit called? 2-ാം വാക്യം പരിശുദ്ധാത്മാവിനെ എന്താ വിളിക്കുന്നത്? ജീവന്റെ ആത്മാ. All right, thank you. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. All right, verses 9 നാത്ത് എന്തുവാ? 9-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? താങ്ക് യു. ദൈവത്തിന്റെ മാർക്ക് ചെയ്ത് നിങ്ങളുടെ ബൈബിളിനകത്ത് എഴുതാനുള്ള പെർമിഷൻ ഉണ്ടോ പാസ്റ്റർജി? പെർമിഷൻ ഉണ്ടോ ഈ ചർച്ചിനകത്ത് എഴുതാമോ? ബൈബിളിനകത്ത് പെർമിഷൻ തന്നിട്ടുണ്ട്. ബൈബിളിനകത്ത് മാർക്ക് ചെയ്താൽ ഇഫ് യു മാർക്ക് യുവർ ബൈബിൾസ് ടുമോറോ യു വിൽ ബി ഏബിൾ ടു സീ അഗൈൻ what God spoke to you. നിങ്ങൾ ആ ബൈബിളിന്റെ ആ ഭാഗത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവര ഇടുവാണെങ്കിൽ നാളെ അത് കാണുമ്പോൾ എന്താണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് നിങ്ങൾക്ക് ഓർക്കാൻ കൂടെ കഴിയും. All right, so the number 1 was the spirit of life. ഒന്നാമത്തേത് ജീവന്റെ ആത്മാവ്. And then we found out it is the spirit of God. രണ്ടാമത്തേത് സ്പിരിറ്റ് ഓഫ് ദൈവത്തിന്റെ ആത്മാവ്. What does verse 4 tell us? 4. 4-ാം വാക്യം എന്താ പറയുന്നത്? Yeah, we are looking for the synonyms of spirit, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പര്യായ പദങ്ങൾ. Yeah. There is one word only there. In 4, in 5, in 6, in 9, in 10, in 11, in 13. 4, 5, 6, 7 എന്തുവാ അത്? 13 ഈ വാക്യങ്ങൾ എന്താ പറയുന്നത്? No. Just spirit. ആത്മാവെന്ന് ആത്മാവ്. So all right, ആത്മാവെന്ന വേർഡ് മാത്രം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. In English, I'm not sure how it is in Malayalam. Human spirit is also there and the Holy Spirit is also there. When it is human spirit is small s, but when it is the Holy Spirit is the capital S. Just to help you to understand. ഇംഗ്ലീഷ് ബൈബിളിൽ മനുഷ്യന്റെ ആത്മാവിന് എന്ന് പറയുന്നിടത്ത് സ്പിരിറ്റ് എന്ന് പറയുന്നിടത്തെല്ലാം യെസ് ചെറിയ അക്ഷരമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നിടത്തെല്ലാം യെസ് വലിയ അക്ഷരത്തിലായിരിക്കും. So 8:4 നാത്ത് നോക്കിയാട്ട് the last word is spirit. So that is the third synonym that we find in this passage. മൂന്നാമത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പര്യായപദം 4-ാം വാക്യത്തിൽ സ്പിരിറ്റ് ആത്മാവെന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. Now come to 9, verse 9. 9ലേക്ക് നമുക്ക് വരാം. We already said it is the spirit of God there, but there is another passage there, word there. What is that? അവിടെ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു വാക്യം കൂടെ അവിടെ ഉണ്ട്. എന്തുവാ? ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ്. Thank you. ക്രിസ്തുവിന്റെ ആത്മാവ്. And then 8:11 8:11ലേക്ക് വരാം. എന്തുവാ? ഉയർപ്പിച്ചവന്റെ ആത്മാവ്. Spirit of him who raised up Jesus from the dead. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. Okay, thank you. 15, come to 15. 15-ാം വാക്യത്തിലേക്ക് വന്നേ. 15-ാം വാക്യത്തിലേക്ക്. Spirit of തത്വത്തിന്റെ ആത്മാവ്. So the Holy Spirit as the author of this book through the anointed apostle Paul is giving us 6 names just to understand the work and the manifestation of the Holy Spirit. പരിശുദ്ധാത്മാവാണ് ഈ ലേഖനത്തിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ. അദ്ദേഹം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ 6 നാമങ്ങളിൽ 6 പര്യായ പദങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്താണെന്നും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. Last year when I came in August, we talked about the fellowship of the Holy Spirit. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് നമ്മൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് സംസാരിച്ചു. And I'm sure you have forgotten it, don't worry. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അത് മറന്നിരിക്കുമെന്ന്. And in that we talked about 20 names of the Holy Spirit in the Bible. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ബൈബിളിൽ 29 നാമങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ കാണാൻ കഴിയും. And so there is a beautiful how do you call array of names of the Holy Spirit. അത് നമുക്ക് അതിനെ ഒരു നാമങ്ങളുടെ ഒരു വലിയ സംഗമം, ഒരു വലിയ ചിത്രം തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും. But here in this passage we'll restrict ourselves this morning so that we can focus our attention to this passage so that the Lord can help us to understand and pray more. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങൾക്കകത്ത് നമ്മൾ പരിമിതപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആത്മാവ് നമുക്ക് So 6 names. Tell me number 1 എന്തുവാ? 6 പേരുകൾ. ഒന്നാമത്തേത് number 2, number 3, number 4, number 5, number 6,
അടുത്തിരിക്കുന്നവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്നും പറഞ്ഞാട്ടെ. നിങ്ങൾ അടിച്ചു വിട്ടു, പക്ഷേ turn to your neighbor and help them. ആളെ ഒന്ന് സഹായിച്ചാൽ. Yes, help them. Number 1 എന്തുവാ പാസ്റ്ററെ? ഞാൻ മറന്നുപോയി, എന്തുവാ? ഒന്നാമത്തത് Hallelujah, stotram. No, it's not stotram. It is not hallelujah. It is ജീവന്റെ ആത്മാവല്ലേ spirit of life. 2 Yes, ദൈവത്തിന്റെ ആത്മാവ്. Spirit of God. മൂന്നാമത്തത് Spirit. ആത്മാവ്. Number 4. നാലാമത്തത് Spirit of Christ. ക്രിസ്തുവിന്റെ ആത്മാവ്. Number 5. അഞ്ചാമത്തത് Spirit of him who raised up Jesus from the യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. Then number 6, spirit of adoption, പുത്രത്വത്തിന്റെ ആത്മാവ്. രാത്രി I didn't tell you, we had a long discussion over dinner and we had to eat too much because we were talking too much also. And in that the servant of God did not know I was preaching it this morning. I asked him to preach to me and he preached the same message, so I'm copying what he taught me last night. Okay. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കുമ്പോൾ ഒരുപാട് സമയം ഈ പുത്രത്വത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഒത്തിരി സമയം ഞാൻ സംസാരിച്ചിരുന്ന് കൂടുതലും കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഇതാണ് പ്രസംഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാൻ ഈ പുത്രത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത 1 മണിക്കൂർ ഞാൻ ഈ പുത്രത്വത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. And so I'm excited that God is doing something beautiful and connected for us this morning. വളരെയധികം ആശ്ചര്യഭരിതനെ, കാരണം ദൈവം എത്ര മനോഹരമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവിൽ കണക്ട്. I did not tell him these notes were all ready, PPT everything was ready, but I asked him, tell me, and he spoke and I enjoyed the word of God one more time. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, PPT ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല, എന്നോട് പറയാനാണ് എന്നോട് പറഞ്ഞത്. And we enjoyed the beauty of the word of God. ദൈവവചനത്തിന്റെ സൗന്ദര്യത്തെ ഞങ്ങൾ ആസ്വദിക്കുക. Look at this. The Spirit is not disconnected from the system of God. The Spirit is connected to the Father, to God, to Jesus, to himself, to the body of Christ, bringing the mission of the Father into the earth. പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവ സംവിധാനത്തിൽ നിന്ന് ബന്ധം വേർപെടുത്തിയല്ല നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ പിതാവുമായിട്ടും ക്രിസ്തുവുമായിട്ടും ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സംവിധാനത്തിലേക്ക് നമ്മയും ചേർത്ത് ദൈവരാജ്യത്തെ പണിയാൻ എപ്പോഴും പരിശുദ്ധാത്മാവ് ശ്രമിക്കുകയാണ്. My prayer this morning for myself is, Lord, help me to understand the beauty of Trinity, the mystery of Trinity, and to enjoy the power and the benefits of Trinity this morning. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ പിതാവേ, അതൃത്വത്തിന്റെ രഹസ്യത്തെ, മനോഹാരിതയെ, മർമ്മത്തെ തിരിച്ചറിയുവാനും ജനത്തിന് അത് പങ്കുവെക്കാനും എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. And so the first 7 chapters Paul is dealing with the flesh, with the covenants of old, with what was the system to alleviate the pain and the suffering and substitution for the sin. ആദ്യത്തെ 7 അധ്യായങ്ങളിൽ അവൻ പഴയ നിയമത്തിന്റെ ആരാധനകളും സംവിധാനങ്ങളും പൗരോഹിത്യ ശുശ്രൂഷകളും ഒക്കെ പഠിപ്പിച്ചിട്ട് അതിലൂടെ യേശുക്രിസ്തു എത്രത്തോളം ആഴമായി അവൻ ആ വേദന അനുഭവിച്ചു എന്നുള്ളത് മനോഹരമായി ചിത്രീകരിക്കുന്നു. And by the end of chapter 7 he is almost crying and saying, who will deliver me from this system? I am almost undone. There is so much to do to take care of my sin. Who will help me? He is crying. 7-ാം അധ്യായത്തിന്റെ അവസാനം ഒരു വലിയ വിലാപത്തോടെയാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് ഹേതുവായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? എത്ര പ്രവർത്തിച്ചിട്ടും നീതിമാനാകാൻ കഴിയാത്ത ആ പഴയ സംവിധാനത്തിൽ നിന്ന് എന്നെ ആര് സൗഖ്യമാക്കുമെന്നുള്ള നിലവിളിയാണ്. The things I don't want to do, I end up doing. The things I should do, I'm not doing. Help me, somebody. He said, somebody out there is ഞാൻ crying. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ചെയ്യാൻ ഇച്ഛിക്കാത്തത് എപ്പോഴും ചെയ്യാനാണ് എനിക്ക് കഴിയുന്നത്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് വിടുവിക്കപ്പെടാൻ? Thank God the Romans does not end in chapter 7. There is a chapter 8 in the Bible for us. ദൈവത്തിന് നന്ദി, 7-ാം അധ്യായം കൊണ്ട് റോമാലേഖനം അവസാനിച്ചില്ല, 8-ാം അധ്യായം കൂടെ നമുക്കുണ്ടായിരുന്നു. And the first word, I don't know what is in Malayalam, in English it says therefore, in Hindi it says ataha. Because of all this pain and agony, in spite of this, there is a therefore. അതുകൊണ്ട് 8-ാം അധ്യായത്തിന്റെ അധ്യായം മലയാളത്തിലും അതുകൊണ്ട് എന്ന വേർഡ്, അതുകൊണ്ട് എന്ന മനോഹരമായ വാക്കിനാലാണ് അവ തുടങ്ങുന്നത്. And so please understand, in spite of all of this, all our best efforts, all our failures, there is the Spirit of God to help us this morning. അതുകൊണ്ട് നമ്മുടെ എല്ലാ പരാജയങ്ങൾക്കും എല്ലാ വീഴ്ചകൾക്കും അപ്പുറത്ത് നമ്മെ സഹായിപ്പാൻ ഒരു പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. And
this Holy Spirit does more than we can think or imagine for us. നമ്മൾ സങ്കല്പിക്കുന്നതിന് ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാണ് See, it is പരിശുദ്ധാത്മാവ്. almost difficult to differentiate the work of Jesus and the work of the Holy Spirit. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെയും പ്രവൃത്തികളെയും തമ്മിൽ വേർതിരിച്ച് കാണാൻ പ്രയാസമാണ്. I don't know whether I said it to you last time, but everything Jesus did on earth was through the Holy Spirit. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാണ് ഓർക്കുന്നത്. ഭൂമിയിൽ യേശു എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് He was ചെയ്തത്. born through the power of the Holy Spirit. ജനിച്ചത് പരിശുദ്ധാത്മാവിന്റെ He ശക്തി. grew up in favor of the Holy Spirit. ദൈവത്തിന്റെ കൃപയിലാണ് അവൻ വളർന്നത്. Luke 2:40, Luke 2:52 says he grew up in the charisma or the grace was upon his life. That was the Holy Spirit covering him. ആ ലൂക്കോസ് 2:14-15 വാക്യങ്ങളിൽ പറയുന്നു അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. And you find in chapter 3 he is baptized and is filled with the Holy Spirit after the മൂന്നാം baptism. അധ്യായത്തിൽ അവൻ സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തത് In കാണാം. chapter 4 the Spirit leads him into the wilderness. നാലാം അധ്യായത്തിൽ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് അവനെ നയിക്കുന്നു. Teaches him for 40 days what it is to be a man on earth. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെ എന്തിനെന്ന് 40 ദിവസം യേശുവിനെ അവൻ And അധ്യാപനം after that he brings him out to Galilee and he allows him to preach the first sermon in Nazareth. അടുത്തത് പിന്നെ ശക്തിയോടെ ഗലീലയിലേക്ക് അവൻ മടങ്ങി വന്ന് നാസറത്തിൽ പ്രസംഗിപ്പാൻ യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. And this is again through the power of the Spirit. പിന്നെയും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. And it says in Acts 10:38 every miracle he did it through the power of the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു അവൻ ചെയ്ത സകല അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും He ശക്തിയാലുമായിരുന്നു. lived a life full of the Holy Spirit. ആത്മാവിന്റെ നിറവിലാണ് യേശു ജീവിതം മുഴുവനും ജീവിച്ചു തീർത്തത്. And then he says in Hebrews 9 he offered himself on the cross through the eternal Spirit. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ വഴിപാടും യാഗവുമായി യേശു അർപ്പിച്ചു. And then now we just read in 8:11 Romans he rose up from the dead through the power of the Holy Spirit. 11 വായിച്ചല്ലോ അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. So from the moment Jesus was born till ascension on earth, Jesus and Spirit were together. അതുകൊണ്ട് ജനിച്ച സമയം മുതൽ തന്റെ സ്വർഗ്ഗാരോഹണത്തിന്റെ സമയം വരെ യേശു പൂർണ്ണമായും പരിശുദ്ധാത്മാവിലായിരുന്നു. That has to be the story of Exodus also. Over every church in this nation, from birth to mission to assignment, the Spirit and the church have to do it together. അത് തന്നെയാകണം എക്സോഡസിന്റെ അനുഭവം. മാത്രമല്ല എല്ലാ ദൈവസഭകളുടെ അനുഭവം ജനനം മുതൽ ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണം വരെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം. And then in 14 John we say Jesus says to his disciples, I will send the Spirit who will be same just like me, one of my kind. I will send him to you. He will be your യോഹന്നാന്റെ help. സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നാൽ എന്നേക്കും നിങ്ങളോടുകൂടെ ഞാൻ എങ്ങനെ ഇരുന്നുവോ അതുപോലെ ഇരിക്കേണ്ടവന് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. In other words, he's telling his disciples, you will not miss me because the Spirit will replace me and he will do the very things I want to do. ഞാൻ നിങ്ങൾ ഒരിക്കലും എന്നെ മിസ് ചെയ്യത്തില്ല, എന്നെ കാണാതാവുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. I want you to understand the beauty and the huge vast covering of the work of the Holy Spirit in our lives. നിങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം ചെയ്യുന്ന മഹത്തായ അതിവിശാലമായ പ്രവർത്തികളെയും കൂടെ ഇരുന്നുള്ള കൂട്ടായ്മയെ കുറിച്ച് തിരിച്ചറിയേണ്ടവനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. But then in chapter 8 Paul takes a huge dive into the work of the cross through the power of the Spirit. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ ക്രൂശിൽ നടന്ന ആ പ്രവൃത്തിയിലേക്ക് ആഴമുള്ള ഒരു കുതിപ്പ് നടത്തുകയാണ്. Everybody say hallelujah, I'm still here. Say it. എല്ലാവരും പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും ഉണ്ടെന്ന് പറയാമോ? ഇപ്പോഴും ഇവിടെ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. One more time, I'm still here. ഞാൻ ഇവിടെ ഉണ്ട്. Number 1, the Spirit, because of the work, he removes our condemnation. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ശിക്ഷാവിധിയെ അവൻ ഇല്ലാതാക്കുകയാണ്. We have a condemnation in our hearts when we sin. നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും നമ്മളെ മുറിവേൽപ്പിക്കുന്ന ഒരു കുറ്റമാരോപണമുണ്ട്. There is an internal system created by God that when we sin, there is a red light in our hearts that tells us, you have sinned. നമ്മുടെ അകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ആന്തരിക സംവിധാനമുണ്ട്. നമുക്ക് എപ്പോഴെല്ലാം വീഴ്ച ഭവിക്കുമോ അപ്പോഴെല്ലാം അപായ ചിഹ്നം നമുക്ക് കാണിച്ചു തരും. And I say this in Hindi, the devil loves to laugh twice at you.
ഞാൻ പലപ്പോഴും പറയും, പിശാച് നിന്റെ മുമ്പിൽ നിന്നെ നോക്കി 2 തവണ ചിരിക്കും. One, when you sin because of his motivation and encouragement, when you sin, he laughs. ഒന്ന്, നീ പാപം ചെയ്യുമ്പോൾ അവന്റെ ഒരു പ്രചോദനം നിന്നെ നടന്നല്ലോ എന്ന് വെച്ചാൽ പാപം കാണുമ്പോൾ അവൻ ചിരിക്കും. And secondly, when you lie in guilt, he still laughs one more time. You are not able to come out. അവൻ രണ്ടാമത് കുറ്റാരോപണത്തിനകത്ത് നീ വീണു പോകുമ്പോൾ അത് കണ്ടും അവൻ ചിരിക്കും. But we have to remember the Spirit works in us in a way that he removes that old condemnation from us. We were sinful, but by the glory of the cross, we are now no longer condemned. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, നാം കുറ്റമുള്ളവരാണ്, പാപികളാണ്, വീഴ്ച ഭവിച്ചു എങ്കിലും അവന്റെ ആത്മാവ് നമ്മുടെ കുറ്റബോധത്തെ എടുത്തെറിഞ്ഞിട്ട് നീതിയിലേക്ക് നമ്മളെ കരം പിടിച്ചുയർത്തുക. I'm not putting down repenting and confession and coming back to Jesus again and again. It is imperative. It is truly needed in our life. ഞാൻ ഒരിക്കലും മാനസാന്തരത്തെയോ മനം തിരിഞ്ഞ് യേശുവിലേക്ക് മടങ്ങി വരുന്നവനെയോ പിന്നെയും മടങ്ങി വരുന്നവനെ വില കുറച്ച് കാണിക്കുക അല്ല. അത് എപ്പോഴും കർത്താവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ അകത്ത് അവൻ സ്ഥിരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. At least last 2 years the Lord has been again and again reminding me about repentance. Earlier I was thinking, why should I repent again? But there is so much power in repentance, but at the same time the devil loves to misuse condemnation and says you are destined for hell. You did this 6 years ago. They did this to you 9 years ago. They are still around in the church, in this city. Oh, there is condemnation in our hearts. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് മാനസാന്തരത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്തിനാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്? എവിടെയൊക്കെയോ എന്തൊക്കെയോ വിധങ്ങളിൽ മാനസാന്തരം ദൈവത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ എന്നെ മാറ്റുവാൻ കഴിയും. എന്നാൽ അതേ സമയത്ത് തന്നെ പിശാച് നിന്റെ അകത്ത് 2 വർഷം മുമ്പ് ചെയ്തത്, 6 മാസം മുമ്പ് ചെയ്തത്, വർഷങ്ങൾക്ക് പുറകിൽ ചെയ്ത പാപങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നിന്നെ കുറ്റബോധത്തിനകത്ത് വീഴ്ത്തിക്കളയാൻ പരിശ്രമിക്കുകയും ചെയ്യും. And we become helpless. We cannot come out of that. നമുക്ക് ആ കുറ്റബോധത്തിന്റെ വീഴ്ചയിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിസ്സഹായരായി പോകും. Most of it is the sin that we committed. പലപ്പോഴും നമ്മൾ ചെയ്ത പാപം. But then there are other sins that others committed against us. The devil loves to hit it back at us and condemn us. അപ്പോൾ തന്നെ മറ്റുള്ളവർ നമുക്ക് ചെയ്ത ദ്രോഹവും നമ്മുടെ ഹൃദയത്തിനകത്ത് മുറിവായും കുറ്റബോധമായി കിടന്ന് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. I want to declare there is freedom from condemnation through the work of the Spirit this morning. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് എന്നേക്കുമായി ഒരു സ്വാതന്ത്ര്യം വന്നു എന്ന്. There is no more condemnation for those who are in Christ Jesus. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു കുറ്റാരോപണവും ഇല്ല. അവർക്ക് വിരോധമായി In Jesus name there is no more condemnation. യേശുവിന്റെ നാമത്തിൽ ഇനി ഒരു കുറ്റ ആരോപണവും ഇല്ല. The devil wants to use your sometimes lack of spirituality or prayerlessness. I wish I had given more. I wish I had done more. I wish I had prayed more. I wish I had done this more. Then maybe this would happen. This is all thoughts that the devil loves to plant, but there is no condemnation for those who are in Christ Jesus. പലപ്പോഴും പിശാച് നമ്മുടെ അകത്തിടുന്ന ഒരു കുറ്റാരോപണമാണ്, ഒരു ചിന്തയാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചില്ല, എനിക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു കുറ്റബോധം പിശാച് നമ്മുടെ ഇടയിൽ ഇടാറുണ്ട്. But we are free through the work of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെയുള്ള കുറ്റാരോപണങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചിരിക്കുന്നു. Verse 2, turn to verse 2. രണ്ടാമത്തെ വാക്യത്തിലേക്ക് It says, the Spirit sets us free from the law of sin and death. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് not just removes our condemnation, വെറും കുറ്റാരോപണത്തെ മാറ്റുക മാത്രമല്ല, but he fulfills the criteria of whatever the sin was trying to do in your life, the law of sin and death. The Spirit undoes it and brings new life to you. പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പിന്നെയും കുറ്റാരോപണത്തെ സൃഷ്ടിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കുറ്റബോധത്തെ മാത്രമല്ല ആ പ്രമാണത്തെയും നിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റുന്നു. Every past influence is broken in the name of Jesus over your life. എല്ലാ കഴിഞ്ഞകാല സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് തകർന്നു പോകട്ടെ. Every thought that is telling you this, what is happening to me now is because of what happened in the past. In Jesus name we break that power right now. അന്ന് ഞാൻ ചെയ്തത് നിമിത്തമാണ് ഇന്നിത് സംഭവിക്കുന്നെന്നുള്ള എല്ലാ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ നിർമൂലമാകട്ടെ. We are free from the law of sin and death because
because of the work of the Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. Yes, there is a place for curse breaking and believing in the promises of God. ശാപം മുറിക്കലിലും വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നതിലൊക്കെ ഒരു സ്ഥാനമുണ്ട്. Yes, it is true, but don't elevate it beyond the promises of God. എന്നാൽ അതൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മുകളിൽ നിങ്ങൾ അതിനെ ഉയർത്തരുത്. No curse is higher than the power of God. ദൈവത്തിന്റെ ശക്തിയേക്കാൾ വലുതായ ഒരു ശാപവുമില്ല. Any kind of curse, any kind of magic has to bow down to the power of the gospel. ഏത് ആഭിചാരമാകട്ടെ ഏത് ശാപമാകട്ടെ സകലതും ദൈവത്തിന്റെ ശക്തിയുടെ മുൻപിൽ മുട്ടുമടക്കിയേ മതിയാകും. In the name of Jesus we proclaim freedom from the law of sin and death over the people. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. Hallelujah. Hallelujah. Please understand, we have to walk a very fine line when we teach you this. നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ഇത് Yeah, we have to be very careful when we teach this. വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കേണ്ടതുണ്ട്. We are not teaching you that it is okay to sin and be free to do whatever you want and there is no effect of the past on the present. We are helping you to understand, if you are in the grace of God and if the Holy Spirit is working in you, you are free from sin and death. ഞാനിത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പാപം ചെയ്താലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, കൃപ ഉള്ളതുകൊണ്ട്. അന്ന് അങ്ങനല്ല. ആമേൻ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപയാൽ ആ പാപത്തിന്റെയും പ്രമാണത്തിന്റെയും ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവം മുൻപാകെ നീതിമാനായി തുടർന്നും ജീവിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരുന്നു എന്നാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. Hallelujah. Amen. Let me take you deeper. In verse 4 we come and we find the requirements of the law are also fulfilled in us through the power of the Spirit. അതിന്റെ 4ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രമാണത്തിന്റെ ന്യായപ്രമാണത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെട്ട സകല ആവശ്യങ്ങളെയും ആമേൻ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു നിവർത്തിച്ച് തന്നിരിക്കുകയാണ്. It is like a legal document. There are several lines that need to be filled and the advocate or the legal advisor has already filled those things and you are only signing. This is salvation for you. This is the freedom of salvation, the ease of salvation. You are only saying, Lord, I receive you, but all the legal requirements have been taken care of by the Holy Spirit. അതൊരു നിയമപരമായ പ്രമാണം പോലെയാണ്, ഒരു പത്രം പോലെയാണ്. അമ്മ നമ്മുടെ അഡ്വക്കേറ്റ്, നമ്മുടെ വക്കീൽ അതിനകത്ത് ധാരാളം കാര്യങ്ങൾ വരികൾ എഴുതി ചേർക്കുകയും അവസാനം അതിന്റെ എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്ത് നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരാകുന്നത് പോലെ നാം എന്തെല്ലാം നിയമപ്രകാരം ദൈവം മുൻപാകെ പാപത്തിന്റെ നിവൃത്തിക്കായി ചെയ്യണമായിരുന്നോ അതെല്ലാം ക്രിസ്തു എന്ന വക്കീല് ചെയ്ത് തികച്ചിട്ട് അതിനടിയിൽ ഒരു ഒപ്പിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരായി തീർന്നിരിക്കുന്നു. Hallelujah. Amen. We believed in our hearts, we spoke with our tongues and we were saved. ഓ നമ്മുടെ ഹൃദയത്തിനകത്തത് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിട്ട് നാം രക്ഷിക്കപ്പെടുകയാണ്. But there was a huge process behind it and this is what the Spirit is teaching us this morning. എന്നാൽ അതിന്റെ പുറകിൽ ഒരു വലിയ പ്രക്രിയയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. Salvation is free, salvation is easy, but salvation is not cheap. രക്ഷ സൗജന്യമാണ്, രക്ഷ ലഘുവാണ്, പക്ഷേ രക്ഷ വില കുറഞ്ഞതല്ല. Say this with us. Salvation is free, രക്ഷ സൗജന്യമാണ്, salvation is easy, രക്ഷ എളുപ്പമുള്ളതാണ്, but salvation is not cheap. പക്ഷേ രക്ഷ വെറും വില കുറഞ്ഞതല്ല. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. Salvation is. There was a young girl many years ago. She came to our church. ഒരു കൊച്ചുകുട്ടി വർഷങ്ങൾക്ക് means married. She was married at the time. ആ സമയത്ത് അവൾ വിവാഹിതയായിരുന്നു. Her husband had heard the gospel already. ഭർത്താവും സുവിശേഷം കേട്ടയാളാണ്. And so he brought his wife to church. തന്റെ ഭർത്താവ് ഭാര്യയെ കൊണ്ടുവന്നു. And after the church they came to meet me. ആരാധന കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നു. Pastor, please meet my wife. പാസ്റ്റർ എൻ്റെ ഭാര്യയെ Thank you. And he said she has one question. അവൾക്ക് ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. And she opened her mouth. Immediately she said, "Sir, how do you receive salvation?" അദ്ദേഹം അവരെന്നോട് ആദ്യം ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചത്? And so I opened my Bible to Romans chapter 10 and showed her, if we believe in our hearts and confess with our mouth that Jesus is Lord, and you are saved. അപ്പോൾ ഞാൻ റോമലേഖനം 10-ാം അധ്യായം തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹൃദയം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു, ഉടനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. And she said, anything else? അവളെന്നോട് ചോദിച്ചു, ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ? I said, no. ഞാൻ പറഞ്ഞില്ല. She began to laugh. ചിരിക്കാൻ തുടങ്ങി. Loudly laugh. ഉറക്കെ ചിരിച്ചു. I felt I was being mocked, എനിക്ക് അവൾ എന്നെ പരിഹസിക്കുന്നത് പോലെ തോന്നി. I said, why are you laughing, Gitanjali? ചോദിച്ചു, ഗീതാജി നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? She's like, is that all? അത്രേ ഉള്ളോ? Is it so cheap?
അത്രയ്ക്ക് ചീപ്പാണോ? And if this is so, she didn't mean with that what we've said right now, but if this is so easy, how come millions are still struggling to find salvation? അവൾ പറയുകയാണ് ഇത്ര എളുപ്പമുള്ളൊരു കാര്യമാണ് എങ്കിൽ എത്ര ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് സ്വീകരിക്കാതെ ഇപ്പോഴും. And then she's not stopping. She's out of the abundance of her heart. She's saying, how come people are still going to the mountains? How come people are going to the rivers? I could not reply for her instead because she was so taken aback by this thought that salvation was so free, so easily available to us. അപ്പോൾ അവൾ പിന്നെയും ചോദിക്കുകയാണ്, എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ പർവ്വതങ്ങളിലേക്ക് പോകുന്നു, നദികളിലേക്ക് പോകുന്നു? അവളുടെ ഉള്ളിന്റെ ആഴത്തിൽ നിന്ന് ഇത് എത്ര എളുപ്പമുള്ളതാണ്, എത്ര ഈസിയാണ് ഈ സാൽവേഷൻ എന്നത് അവൾ തിരിച്ചറിഞ്ഞു. And suddenly I'm using my brain and using my every technique and I'm trying to think, what should I add, what should I add? And there is nothing to add. I said, Gitanjali, this is the only thing. Really? I said, this is the only. You get saved just by saying that Jesus is Lord. I said, yes, yes. She began to cry and said, no, this is not true. This cannot be true. That was the extent of hurt she had when she heard that the gospel is so easily available. എൻ്റെ ബുദ്ധിയും ശക്തിയൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി, ഇതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചെങ്കിൽ എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഗീതാജി, ഇത് മാത്രമേ ഉള്ളൂ. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. അവൾ പറഞ്ഞു, എങ്ങനെ പറ്റത്തില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അവളുടെ ഹൃദയത്തിൽ നിന്ന് അവൾ പറയാൻ തുടങ്ങി. Sadly, she went back not being saved. ദുഃഖകരമെന്ന് പറയട്ടെ, അവൾ മടങ്ങിപ്പോയി രക്ഷിക്കപ്പെടാതെ. Because she said, this cannot be so easy. Salvation cannot be attained so easily. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, രക്ഷ അത്ര എളുപ്പം സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. Because in her upbringing she has seen millions of things have to be done and the probability factor is 0.11 that you can be saved. അപ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് അനേകം കാര്യങ്ങൾ ഇതിനായിട്ട് ചെയ്യണം. ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ രക്ഷ നേടുമെന്നൊരു ചോദ്യമായിരുന്നു അവളെ പിന്നോട്ട് നയിച്ചത്. My friends, you have to understand, millions are struggling like this, but you are even forgetting the value of salvation. You are saved by grace is not only a statement, there is something behind it that heaven has done for you. പ്രിയമുള്ളവരെ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് സ്വീകരിക്കാനും പ്രാപിക്കാനും ഗ്രഹിക്കാനും കഴിയാതിരിക്കുമ്പോൾ നമുക്കത് എത്ര എളുപ്പമാണ് അത് സ്വീകരിപ്പാൻ കഴിഞ്ഞത്. പലപ്പോഴും ആ രക്ഷയുടെ മൂല്യത്തെ, അതിൻ്റെ വിലയെ നാം മറന്നു പോകുമ്പോൾ, അതിൻ്റെ ആഴം നാം തിരിച്ചറിയാതെ പോകുമ്പോഴും നമ്മുടെ മേൽ കാണിച്ച ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Salvation is easy, salvation is free, but it cost heaven his son to die painfully on the cross. രക്ഷ സൗജന്യമാണ്, രക്ഷ ഏറ്റവും എളുപ്പമുള്ളതാണ്. രക്ഷ സൗജന്യമാണെങ്കിലും സ്വർഗത്തിന് തന്റെ പുത്രനെ ആദരിക്കാതെ ആ രക്ഷയ്ക്കും മറുവിലയായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. Hallelujah. Amen. Hallelujah. We are still in Romans 8. നമ്മൾ ഇപ്പോഴും റോമൻ 8-ൽ നിൽക്കുക. In verse 5 we find, നമ്മളുടെ 5-ാം വാക്യം, Yeah. 5-ാം വാക്യത്തിൽ നമ്മൾ we find that the Spirit not just does these things for us, but he sets our heart on heavenly things. നമ്മളെ 5-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി ചിലവ് ചെയ്യുന്ന ആത്മാവിനെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ സ്വർഗീയ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകൃതമാക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് കാണുന്നത്. So please understand, the Holy Spirit is not Pentecostal in nature. The Holy Spirit has much more bigger profile than Pentecostals teach or preach or behave. പെന്തക്കോസ്തിന്റെ സ്വഭാവവും ചിത്രവും മാത്രമല്ല പരിശുദ്ധാത്മാവ്, അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് പരിശുദ്ധാത്മാവ്. I believe in tongues. ഞാൻ അന്യഭാഷയെ വിശ്വസിക്കുന്നു. I preach in tongues. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. I sing in tongues. ഞാൻ പാടുന്നുണ്ട്. I interpret tongues. ഞാൻ ഭാഷ വ്യാഖ്യാനിക്കുന്നു. But I also want to teach you, don't limit the Holy Spirit to speaking in tongues. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്യഭാഷ പറയുന്നത് കൊണ്ട് നിർത്തി കളയരുത് പരിശുദ്ധാത്മാവിനെ. He is much bigger than that one gift. ആ ഒരു ഗിഫ്റ്റിനേക്കാളും എത്രയോ വലിയവനാണ് പരിശുദ്ധാത്മാവ്. All right. And so from verse 5 or 4 onwards we find there are two kinds of men that are almost competing with one another. 4-5 വാക്യങ്ങളിൽ തമ്മിൽ പോരാടുന്ന ഒരു കാര്യത്തെ കാണുന്നു. There is a spiritual man and there is a fleshly man. രണ്ട് മനുഷ്യർ, ഒന്ന് ആത്മീക മനുഷ്യൻ, രണ്ട് ജഡീക മനുഷ്യൻ. All right, and then beautifully the Spirit of God describes to us the nature of what is happening there. ഈ രണ്ടിന്റെയും പ്രകൃതത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. All right, and then it says the man who walks in the flesh or in
in the things of the world, does not, it says in verse 6 and 7, does not please God, is hostile to God, is destined for death also, we find in verse 13. ജഡത്തിന് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവസാനം അവൻ മരണത്തിലാണ് എത്തിച്ചേരുന്നത്. You have to understand the beauty. So what we cannot do, the Holy Spirit does in our hearts. നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയാതിരുന്നത് അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ. When we naturally want to do the worldly things, the Spirit comes and nudges us and attracts us to heavenly things, eternal things. സ്വാഭാവികമായിട്ട് നമ്മൾ ജഡീക കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടയിൽ കയറി വന്ന് സ്വർഗീയ കാര്യങ്ങളിലേക്ക് നമ്മളെ ബലമായി നടത്തുക. And that is why when the Holy Spirit prompts you, be sensitive to the prompting of the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലത് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങളെ ചിലത് ചെയ്യാൻ പ്രചോദിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും മനഃപൂർവ്വമായിട്ടും അതിന് നിങ്ങൾ ഏൽപ്പിച്ചു He will not scream in your ear, pray or fast. He will just say, it's time to fast. അവൻ നിന്റെ അടുക്കൽ വന്ന് അലറി വിളിച്ച് പറയുക, പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്കടാ എന്നൊന്നും പറയത്തില്ല. പക്ഷെ നിന്നോട് സാവധാനം പറയും, പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, ഇത് ടൈം, അതിനുള്ള സമയമാണ്. It is good that you fast. It is better that you fast. ഇത് ഉപവസിക്കുന്നത് നല്ലതാണ്, കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഉപവസിക്കുന്നത്. Promptings, slight promptings, and the more sensitive you are to the Holy Spirit, the more work you will see in your life. അത് സാവധാനം നിങ്ങളെ ഒന്ന് പ്രചോദിപ്പിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളോട് കൂടുതൽ പ്രതികരിക്കുന്നവരാകുമ്പോൾ വലിയ വലിയ പ്രവർത്തികളിലേക്ക് ആത്മാവ് നിങ്ങളെ നടത്തുകയും ചെയ്യും. Hallelujah. Hallelujah. Then in verse 6 we find the Spirit helps us and He brings us life and peace, it says in verse 6. ആറാം വാക്യത്തിൽ പറയുന്നു, ആറാം വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. How many need ജീവൻ and സമാധാനം? എത്ര പേർക്ക് ജീവനും സമാധാനം ആവശ്യമുണ്ട്? Two very big, two very, how do you call, precious things, life and peace. ജീവനും സമാധാനം എത്ര വിലമതിക്കാനാത്ത സംഗതികളാണ്. Remember Jesus said in John 10:10, I come that you might have life and that you may have life abundant. ജോൺ 10:10 യേശു പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടവന് അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ അത്രേ വന്നിരിക്കുന്നത്. And I said to you, you cannot differentiate between the work of the Spirit and Jesus. Now the Spirit is said, He brings us life. The same promise that Jesus gave, this is the promise fulfilled through the Spirit. He gives us life, life abundant, and then peace also with it. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, യേശുവിന്റെ പ്രവർത്തികളെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെയും തമ്മിൽ നമുക്ക് രണ്ടായിട്ട് വേർതിരിച്ച് നിർത്താൻ കഴിയത്തില്ല. ജോൺ 10:10 യേശു എന്താണോ പ്രോമിസ്, വാഗ്ദത്തം ചെയ്തത്, അതേ പ്രവൃത്തി പരിശുദ്ധാത്മാവിലൂടെ ജീവനും സമാധാനവും, ജീവന്റെ സമൃദ്ധിയും സമാധാനവും തരുന്നു എന്ന് പരിശുദ്ധാത്മാവിലൂടെ പ്രവൃത്തിയെ പൂർണ്ണമാക്കുക. Shout with me, abundant life, abundant life. എന്നോട് ചേർന്ന് പറഞ്ഞ, സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ. So it does not mean only money, right? It does not. പണം മാത്രമല്ല അർത്ഥമാക്കുന്നത്. We need money and business, I understand. നമുക്ക് പണവും ബിസിനസ് ഒക്കെ ആവശ്യമാണ്. And the more we have, we enjoy it, I understand. അതിനപ്പുറത്ത് നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട്. And what we don't understand is the more we have it, we get into problem. നമ്മൾ അതിനകത്ത് നമ്മൾ തിരിച്ചറിയാത്തൊരു കാര്യം എന്നാന്ന് അറിയാമോ? ആ പണം കൂടുതൽ ആസ്വദിക്കുമ്പോൾ വലിയ പ്രശ്നത്തിൽ ചാടുന്നു എന്നുള്ളത്. But still we want it, I understand. ഇപ്പോഴും നമുക്കതിന് കൊതിയുണ്ടെന്ന് അറിയാം. And I'm still with you in the same boat, don't worry. ഇപ്പോഴും നമ്മൾ ആ ബോട്ടിൽ തന്നെയാണ്. But you have to understand that life, when this abundant life, is much more than money. It is just beautifully describing the fruit of the Spirit from you: love, joy, peace. Somebody comes and touches you and they should say, there is something different about you, sister. What is it? Then you can say, this is the life of God in me. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാം പണത്തിനൊക്കെ മുകളിലാണ് ആത്മാവിന്റെ ഫലമായ സ്നേഹം, സമാധാനം, സന്തോഷം, കരുണ, ഇവ കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രവർത്തിക്കും. ഒരാൾ നിങ്ങളെ വന്ന് കാണുമ്പോൾ, നിങ്ങളെ സ്പർശിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം, എന്തോ മറ്റൊരാളിൽ ഇല്ലാത്ത പ്രത്യേകത നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് അവർ ചോദിക്കത്തക്ക നിലയിൽ നിങ്ങളിൽ അത് വെളിപ്പെടേണ്ടതുണ്ട്. Don't misunderstand me what I'm saying now, okay? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. As servants of God, we get the privilege of giving out finances or money to many people. നമ്മൾ ദൈവദാസന്മാരെന്ന നിലയ്ക്ക് ധാരാളം പേർക്ക് പണം കൊടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. It is not coming from my amachan, it is coming from Heavenly Father, and then we give that. Is another story. നമ്മളിൽ നിന്ന് വരുന്നതല്ല, സ്വർഗീയ പിതാവിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. Sometimes it is given as gift, sometimes it is given as a blessing, sometimes people have
give as loan also. All right, you should return it, we say. ചിലർക്ക് നമ്മൾ ഔദാര്യമായി നൽകുന്നു, ചിലർക്ക് ദാനമായി നൽകുന്നു, ചിലപ്പോൾ വായ്പയായിട്ട് നൽകുന്നുണ്ട്. And so there are different kinds of people I've come across in my life. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ലൈഫിനകത്ത് വരാറുണ്ട്. Hundreds of people, blessing has been done. നൂറുകണക്കിന് ആളുകൾക്ക് അനുഗ്രഹം Many സംഭവിച്ചു people കഴിഞ്ഞു. I've given loan also. അനേകർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞു. Some people I've made an agreement on stamp paper also. ചിലർക്ക് എഗ്രിമെന്റും സ്റ്റാമ്പ് പേപ്പറും ഉണ്ട്, പ്രമാണത്തിൽ ഒപ്പിട്ടുമുണ്ട്. അവർക്കറിയാം തിരിച്ചു തരത്തില്ല എന്ന്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒരു പേപ്പർ ഉണ്ടാക്കുക. They know it will never repay, but for my peace it is signed. And so you do this as a normal part of your life, right? നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഭാഗം എന്ന നിലയിൽ That is what leads us to verse 7. It says, those who are in the flesh are hostile to God. And the opposite is also true. That means those who are in the spirit are friends of God. അത് തന്നെയാണ് കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത്. ജഡപ്രകാരം നടക്കുന്നവർ ദൈവത്തിന്റെ ശത്രുക്കളാകുന്നു, എന്നാൽ അപ്പുറത്ത് പറയുകയാണ് ആത്മാവിൽ നടക്കുന്നവർ ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. And that is what again Jesus said, I no longer call you slaves, I call you my friends. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇനി നിങ്ങളെ ഞാൻ എൻ്റെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. So we are looking at the activity of the Holy Spirit in our lives. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ Number 1, he removes our condemnation. ഒന്ന്, നമ്മുടെ കുറ്റബോധത്തെ അവൻ അകറ്റുന്നു. Number 2, he sets us free from the law of sin and death. പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്നു. Number 3, the requirements of the law are fulfilled in us. നിയമപ്രകാരമുള്ള ആവശ്യങ്ങളെ നമ്മിൽ അവൻ നിവർത്തിച്ചു. Number 4, he sets our mind on things that are eternal. നാലാമത്തേത് നിത്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ അവൻ ഉറപ്പിക്കുകയാണ്. The next, he brings us life and peace. The Holy Spirit, we are talking about the Holy Spirit, don't forget. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ജീവനും സമാധാനവും അവൻ നമുക്ക് തരുകയാണ്. Number 6, he makes us friends of God, no longer hostile but close to God, friend of God. അവൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇനി ശത്രുക്കളായിട്ടല്ല, ദൈവത്തിന്റെ സ്നേഹിതന്മാരുമായി അവനോട് ചേർത്ത് നിർത്തുകയാണ്. And verse 8 says, those who are in the flesh cannot please God, but that means those who are in the spirit can please God at all times. വാക്യം പറയുന്നു, ജഡത്തിൽ ചിന്തിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, പക്ഷേ ആത്മാവിൽ ജീവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കും. Oh, what a joy to know I did what my heavenly Father wanted me to do today. എത്ര സന്തോഷമാണ്, എൻ്റെ സ്വർഗീയ പിതാവ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. You don't have to be lost in your daily thing. Lord, what pleases you? Please tell me. I want to please you. Lord, help me, Lord. Hallelujah, hallelujah, Lord. No, when you have the Holy Spirit, he will help you to do things that please the Father, and when you do them, the Father is pleased because the Holy Spirit is inside of നീ you. എപ്പോഴും തല പുകച്ച് കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്താണ് എനിക്ക് വെളിപ്പെടുത്തണമേ, എനിക്കത് ചെയ്യാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം പരിശുദ്ധാത്മാവ് നിന്നിൽ ഉള്ളത് കൊണ്ട് നീ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് നിന്നെ നടത്തുകയാണ്. You may know it and you may not know it, but the Spirit will fulfill the Father's desire. നീ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പരിശുദ്ധാത്മാവ് അപ്പന്റെ ഇഷ്ടം നിന്നിലൂടെ നിവർത്തിക്കുകയാണ്. And that is what our prayer is. At good people we pray, Lord, let your will be done. That is a okay prayer. But then active prayer is, Spirit of God, do what pleases the Father. പലപ്പോഴും ആത്മീയരെന്ന നിലയ്ക്ക് പിതാവേ നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന കൊള്ളാം, പക്ഷെ വാസ്തവം എന്നാണെന്നറിയാമോ, നീ പ്രാർത്ഥിച്ചില്ലേലും ആത്മാവ് നിന്നെ പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് നടത്തുകയാണ്. In verse 9 we come to another beautiful engagement of the Spirit. He helps us to belong to Christ. He helps us to feel like family of God. അടുത്തത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മഹത്തരമായ ഒരു പ്രവൃത്തി എന്നറിയാമോ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാക്കി നമ്മളെ തീർക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനുള്ളവനാണെന്നുള്ള ധാരണ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. Earlier the brother who was leading worship said, family, are we family? He asked the right questions through the enablement of the Holy Spirit. നേരത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരൻ നമ്മോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മളൊരു കുടുംബമാണോ എന്നുള്ളത്. യെസ്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവ കുടുംബമായി തീർന്നിരിക്കുന്നു. And this young man who comes to the end of our service only for the benediction part, this young man has only one thing to say. He says, from young I was lonely, from young I had nobody
nobody in my life, but now I see so many people. I feel this is my family. That is why I come on Sunday morning for 10 minutes at the end of the service. ഈ ആരാധനയുടെ അവസാന ആശീർവാദ സമയത്ത് ഓടി വരുന്ന ചെറുപ്പക്കാരൻ എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, ജനനം മുതൽ ഞാൻ ഏകനാണ്, ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ധാരാളം ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിനകത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് ഞാൻ ഓടി വരുന്നത്. Years ago there was a widow in our church. She died, but the only testimony she would say every month on the stage is, this is my family. In Hindi say, ye mera parivar hai. 3 times she will say, ye mera parivar hai. One more time, ye mera parivar hai. 3 times she will say, and sit down. This is the power of the family of God. വർഷങ്ങൾക്ക് പുറകിൽ മരിച്ചുപോയ ഒരു വിധവയായ സ്ത്രീ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ഒന്ന് പറയും, ഇതെന്റെ കുടുംബമാണ്, ഇതെന്റെ കുടുംബമാണ്, ഇതെന്റെ കുടുംബമാണെന്ന് സ്റ്റേജിൽ 3 വട്ടം പറഞ്ഞ ശേഷം ഇറങ്ങിച്ചെല്ലും. അതാണ്. And she dances when she says, this is my family, this is my family. I feel we are losing the sense of family in our churches. We have to encourage, we have to promote, we have to protect the spirit of family in our churches. അവരെപ്പോഴും പറയാറുണ്ട്, ഇതെന്റെ കുടുംബമാണ്, എന്റെ കുടുംബമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ, ഈ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ മൂല്യം എല്ലായിടത്തും നശിച്ചുകൊണ്ടിരിക്കുക. സോ ദൈവത്തിന്റെ സഭ കുടുംബത്തിന്റെ മൂല്യത്തെ കുറിച്ച് ശക്തമായി പഠിപ്പിക്കണം, എപ്പോഴും അതിനെ പ്രസംഗിക്കണം. Look out for the weak, look out for those who are disassociated, look out for those who are hanging on the edges. Bring them into the kingdom of God. വേർപെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി, മരണവക്ത്രത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി തിരയുകയും അവരെ കുടുംബത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം. Speak less to those who are already speaking to you, but look out for those nobody. Look out, they are in your church every week, they are in your church. Bring them into the kingdom of God. എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നവരോട് അല്പം കുറച്ച് സംസാരിച്ചിട്ട് ഒട്ടും സംസാരിക്കാത്ത ആളുകളുണ്ടോ, ഒറ്റപ്പെട്ടവരുണ്ടോ എന്ന് തെരഞ്ഞു പിടിച്ച് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. Hallelujah. Hallelujah. In verse 11 we find this spirit is the same spirit who rose Jesus from the dead. 11ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഈ ആത്മാവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. And not just in the future, but the same spirit enables our mortal bodies, our dying bodies to be alive today, and one day this spirit will enable us to live forever and ever in the presence of Jesus. മരിച്ച ശേഷം മാത്രമല്ല, ഇന്ന് നാം ജീവിക്കുമ്പോഴും ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഭർത്തൃ ശരീരങ്ങളെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും ഒരു ദിവസം എന്നേക്കും നിത്യതയിൽ അവനോടൊപ്പം താമസിക്കേണ്ടവനും അതിനെ പ്രാപ്തമാക്കുക. Our resurrection is coming very soon. ഉയർത്തെഴുന്നേൽപ്പ് വേഗത്തിൽ വരും. Our resurrection is coming very soon. ഉദ്ധാരണം വരികയാണ്. We are going to receive a body that is going to be sinless, that is going to be sicknessless, that is going to be without any problem, that is going to be fit and fine for the heavenly kingdom forever and ever. അതെ, നമുക്കൊരു ഉദ്ധാരണത്തിന്റെ ശരീരം ലഭിക്കാൻ പോവുകയാണ്. പാപമില്ലാത്ത, രോഗമില്ലാത്ത, എന്നേക്കും നിത്യതയിൽ പിതാവിനോടുകൂടെ മഹത്വത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒരാത്മാവിന്റെ ശരീരം നമുക്ക് ലഭിക്കാൻ പോകുന്നു. That is why millions of saints have been buried somewhere in the globe, or they have been put in the sea, or they have been burned in the flames. One day they will receive a new body and they will rise up from the dead and stand before the throne of God. അതുകൊണ്ട് 10,000-കണക്കിന് വിശുദ്ധന്മാർ ലോകത്തിന്റെ പല ഇടങ്ങളിൽ പല വിധത്തിൽ മരിച്ചിട്ടുണ്ട്. അവർ ഭൂമിയിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, സമുദ്രത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട്, അഗ്നിയിൽ ചുട്ടു ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിലൂടെ ആ മഹിമയുടെ ശരീരത്തെ അവർ സ്വീകരിക്കാൻ പോവുകയാണ്. That is our destiny. That is what we are looking forward to. അതാണ് നമ്മുടെ ലക്ഷ്യം, അതിനെയാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. But then in verse 13 we find the spirit helps us to fight sin on a daily basis. 13ാം വാക്യത്തിൽ പാപത്തോട് പോരാടാനും അതിനെ കീഴ്പ്പെടുത്താനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. It says that the spirit cuts the work of the flesh in our hearts. നമ്മുടെ ഹൃദയത്തിനകത്ത് ചേർന്നിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ അത് മുറിച്ചു മാറ്റുകയാണ്. And the more you dwell in the things of the spirit, the more you give access to the spirit, the more you dwell in the presence of the spirit, the flesh becomes weak and weak and weak and weak. നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമോ, എത്രത്തോളം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമോ, എത്രത്തോളം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുമോ, അത്രത്തോളം ജഡത്തിന്റെ പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് കുറയാൻ തുടങ്ങും. You cannot defeat sin. നിനക്ക് പാപത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. You will sin. നിങ്ങൾ പാപം ചെയ്യും. But through the power of the spirit you will be able to say no to sin. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
നിങ്ങൾ ഒരു ദിവസം പറയാൻ ശക്തിയുള്ളവരാകും, ഞാൻ പാപം ചെയ്യത്തില്ല. You will be like Joseph, who will be willing to run away from the situation. നിങ്ങൾ യോസേഫിനെ പോലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പ്രാപ്തരാകും. 1 Corinthians 10:13, you will have a way of escape when temptation comes upon you. 1 Corinthians 10:13 പറയുന്നു, അവൻ പരീക്ഷയോടൊപ്പം തന്നെ പോക്കുവഴിയും നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. Sin will not have dominion over your life. പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ ഒരു സ്വാധീനവും Behavior, attitudes, actions, words, things will not have dominion. Through the Spirit you will shake them off and you will have a new life in Christ Jesus. സ്വഭാവങ്ങളോ പ്രതികരണങ്ങളോ മനോഭാവങ്ങളോ ശീലങ്ങളോ ഒന്നും തന്നെ പാപത്തിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച് കീഴ്പ്പെടുത്താത്ത വിധം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ And the highlight is verse 14. The Spirit gives us the grace to be called the sons of God, to be called the children of God. അതിനകത്ത് ഏറ്റവും ഉന്നതമായ കാര്യം എന്നാണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവപുത്രന്മാരെന്ന് ആ സ്ഥാനത്തേക്ക്, അപ്പാ പിതാവെന്ന് വിളിക്കത്തക്ക നിലയിലേക്ക് അവൻ നിങ്ങളെ ശക്തരാക്കും. You were lost, you were out, you were only looking from outside in. You are hoping one day, but the Spirit drags you into the kingdom and calls you the sons of God for God's glory. പുറത്തായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഈ കുടുംബത്തിനകത്ത് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് അകത്ത് നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ഈ ഭവനത്തിനകത്തേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടു. How many want to confess, I am a child of God, I am a son and a daughter of the Most High God? എത്ര പേര് ധൈര്യത്തോടെ ഏറ്റുപറയും, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്. But in verse 26, he helps us in our weaknesses also. 26 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നു. For when we don't know how to pray, the spirit of prayer comes upon us and helps us in our weakness. പ്രാർത്ഥിക്കേണ്ടത് യൗവണ്ണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ തുണ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. We want to pray, we like to pray, but somehow we don't pray. നമുക്ക് പ്രാർത്ഥിക്കണം താല്പര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് കേട്ടെ? I want to pray, I like to pray, but I don't pray. എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാൻ കൊതിയുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല. You need the enablement of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിപ്പെടുത്തൽ നിങ്ങൾക്ക് ആവശ്യമാണ്. Stand up wherever you are. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾ എഴുന്നേറ്റ് നാട്ടെ. Heavenly Father, we just thank you for the Holy Spirit. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനായി നന്ദി. Jesus, we thank you for the Holy Spirit. യേശുവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനായി നന്ദി പറയുന്നു. Thank you for Romans 8, oh God. റോമർ 8 ഞങ്ങൾ സ്തോത്രം. Thank you for the work you have done in salvation in our hearts, oh God. രക്ഷയിൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ചെയ്ത പ്രവൃത്തി. But also thank you that you have done so much on the outside that we would be called the sons of God. കർത്താവേ, ഞങ്ങൾക്ക് പുറത്ത് ദൈവപുത്രന്മാരെന്ന് വിളിക്കത്തക്ക നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പുറത്ത് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായി നന്ദി. And without the active help of the Holy Spirit, this would not have happened. So we thank you, Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനത്താൽ അല്ലാതെ സംഭവിക്കുകയില്ലല്ലോ, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, Jesus, for enabling it. കർത്താവ് യേശു ഞങ്ങളെ ശക്തരാക്കുന്നതിനായി നന്ദി. Thank you, Father, for planning it out so beautifully. കർത്താവ് ഞങ്ങളെ മനോഹരമായി കാര്യങ്ങളെ ഞങ്ങളിൽ നട്ടതിനായി സ്തോത്രം. And so we worship you. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Jesus, we worship you. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Holy Spirit, we thank you. പരിശുദ്ധാത്മാവിനെ We worship you, Holy Spirit. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. We worship you, Heavenly Father. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Triune God, we worship you. പ്രിയ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. Triune God, we worship you. പ്രിയ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു.